ഹായ് എവറി വൺ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ജാപ്പനീസ് എഗ് സാൻഡ്വിച്ച് ആണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബ്രെഡ് വേണം. അപ്പം ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൈദ ബ്രെഡ് ആയിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വീറ്റ് ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ബ്രെഡിനുള്ള 2 സാൻഡ്വിച്ചിനുള്ള എന്തോരം എമൗണ്ടാണ് വേണ്ടതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ഞാൻ എടുത്തേക്കുന്നത് 2 ബോയിൽഡ് എഗ്ഗ്, പിന്നെ മയണൈസ് 1.5 ടേബിൾ സ്പൂണ്, ബട്ടർ 1.5 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂൺ പാല്, 1 നുള്ള് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും. ഞാനിതിൻ്റെ ഈ ബ്രെഡിൻ്റെ 4 എഡ്ജും കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് സാൻഡ്വിച്ച് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 എഡ്ജും കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മുട്ട ഒരു ബൗളിൽ എടുക്കുക. എന്നിട്ട് അത് ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് മാഷ് ചെയ്യുക. ചെറിയ സ്മോൾ പീസസ് ആയിട്ട് അതിനെ മാഷ് ചെയ്യുക. സൂപ്പ് പോലെ നല്ലപോലെ പൊടിഞ്ഞു പോകരുത്, മാഷ് ചെയ്യാനേ പാടുള്ളൂ. എഗ്ഗിൻ്റെ അകം നല്ലപോലെ വെന്തെന്ന് മേക്ക് ഷ്യൂർ ചെയ്യണം, അല്ലെങ്കിൽ അത് ഭയങ്കര ജ്യൂസി ആയിട്ട് പോകും, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നല്ല ഹാർഡ് ബോയിൽഡ് എഗ്ഗ് ആണെന്ന് മേക്ക് ഷ്യൂർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് മാഷ് ചെയ്ത് സ്മോൾ പീസസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മയണൈസ് ആണ്. അത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1 നുള്ള് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം അതിനകത്തോട്ട്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന പാലാണ്. ഉപ്പും കുരുമുളകും നമ്മുടെ ആവശ്യം പോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. കുരുമുളക് നമ്മുടെ ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മയണൈസ് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഫില്ലിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ ബ്രെഡിൻ്റെ ഓരോ സൈഡിലും നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ നല്ലപോലെ തേച്ച് കൊടുക്കുവാണെങ്കിൽ അതനുസരിച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പം ബട്ടറൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലപോലെ ബട്ടർ തേച്ച് പിടിപ്പിക്കുക.
നമ്മൾ ബട്ടറെല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫില്ലിങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഫില്ലിങ് ആഡ് ചെയ്തിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് കവർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് സാൻഡ്വിച്ചാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ എന്നെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.